ഇത്രയും നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതിന്റെ ബാക്കി നോക്ക്. The ministers have their offices in the 2 office blocks of the Central Secretariat. The Prime Minister's office is in the South Block. Other ministers and departments of the Indian government work from buildings around the South Block. The Lok Sabha and the Rajya Sabha hold their meetings in the Parliamentary House. The governments of other countries also have their offices in Delhi. These are known as embassies or high commissions. Okay. എന്താ പറഞ്ഞ നോക്കാം. Ministers have their offices in the 2 office blocks of the Central Secretariat. നമുക്കറിയാം ഓരോ മിനിസ്റ്റേഴ്സിനും അവരുടേതായ ഓഫീസസ് ഉണ്ട് അല്ലേ. എന്താ മോനെ സിദ്ധാന്തേ? സിദ്ധാന്തേ എന്താ? ഡൽഹി എന്ന ചാപ്റ്റർ, ഡൽഹി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തല്ലേ. അതിന്റെ ബാക്കി അതിൽ 186 പേജ് കിട്ടിയോ? കിട്ടിയോ മോനെ സിദ്ധാന്തേ? ഓക്കെ. അപ്പൊ മിനിസ്റ്റേഴ്സ് ഹാവ് ദർ ഓഫീസസ് ഇൻ ദ 2 ഓഫീസ് ബ്ലോക്സ് ഓഫ് ദ സെൻട്രൽ സെക്രട്ടേറിയറ്റ്. സെൻട്രൽ സെക്രട്ടേറിയറ്റില് മിനിസ്റ്റേഴ്സിന് നമ്മുടെ ഓരോ മന്ത്രിമാർക്കും ഓഫീസസ് ഉണ്ടല്ലേ. അവരുടേതായ ഓരോ മന്ത്രിയുടെ ഓഫീസസ് അത് ഡൽഹിയിലുണ്ട്. Then that offices in the 2 office blocks of the Central Secretariat. The Prime Minister's offices is in the South Block. അപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എവിടെയാണ്? സൗത്ത് ബ്ലോക്കിലാണ്. Then other ministers and departments of the Indian government work from buildings around the South Block. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ബ്ലോക്സ് ഉണ്ട് അതിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ അല്ലേ. അതിലെ സൗത്ത് ബ്ലോക്കിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. മനസ്സിലായോ? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് ബ്ലോക്ക്. Then other ministers and departments offices work from buildings around the south block. ബാക്കിയുള്ള മന്ത്രിമാരുടെ ഓഫീസ് എന്ന് പറയുന്നത് സൗത്ത് ബ്ലോക്കിന് ചുറ്റുമുള്ള ബിൽഡിങ്ങിലാണ്. മനസ്സിലായോ? അപ്പൊ സൗത്ത് ബ്ലോക്കിലാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള മറ്റുള്ള ബിൽഡിങ്സിലാണ് മറ്റുള്ള മന്ത്രിമാരുടെ ഓഫീസ്. എന്താ ജസ്റ്റ് ആരായിരുന്നു ജൂലിയറ്റെ? എന്താ പേജ് നമ്പർ എത്രയാ? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ നമ്മൾ നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു? ഓരോ ദിവസവും നിങ്ങൾക്ക് പേജ് നമ്പർ പറഞ്ഞേണ്ട കാര്യമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ നിർത്തിയത്? അറിയില്ല നിങ്ങൾക്ക് സോഷ്യൽ എവിടെയാ നിർത്തിയെന്ന്? വായിച്ചില്ല? 186. ഓക്കെ, ടേക്ക് ദാറ്റ് പേജ്. അതില് നമ്മൾ മുഗൾ ഗാർഡൻസ് വരെയാണ് പറഞ്ഞത്. അതിന്റെ അടുത്ത ലൈൻ എടുക്ക്. ഇനി ആരും എന്നോട് പേജ് നമ്പർ ചോദിക്കേണ്ട. ഒരാൾക്കും ഞാൻ ഇനി പേജ് നമ്പറും ലെസണും പറഞ്ഞു തരില്ല. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണോ എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വായിക്കാൻ പറയുന്നല്ലേ നിങ്ങളോട്. അപ്പം മിസ് ക്ലാസ് തുടങ്ങാനാവുമ്പത്തേന് ആ പേജ് എടുത്തിരിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു സൗത്ത് ബ്ലോക്കിലാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. സൗത്ത് ബ്ലോക്കിന് ചുറ്റുമുള്ള ബാക്കിയുള്ള ബിൽഡിങ്സിലാണ് മറ്റു മന്ത്രിമാരുടെ ഓഫീസ്. Then the Lok Sabha and Rajya Sabha hold their meetings in the Parliament House. ലോക്സഭ മീറ്റിംഗ്, ലോകസഭയുടെയും രാജ്യസഭയുടെയും ഒക്കെ മീറ്റിംഗ് നടക്കുന്നത് പാർലമെന്റ് ഹൗസിലാണ്. മനസ്സിലായോ? പാർലമെന്റ് ഹൗസിൽ എന്താ നടക്കുക? ലോക്സഭാ മീറ്റിംഗും രാജ്യസഭാ മീറ്റിംഗും. രാജ്യസഭ ആൻഡ് ലോക്സഭ മീറ്റിംഗ്സ് were held in the Parliament House. The governments of the other countries also have their offices in Delhi. These are known as embassies or high commissions. മറ്റുള്ള രാജ്യങ്ങളുടേത്, അതായത് ഇന്ത്യയുടേത് മാത്രമല്ല, ഇന്ത്യയുടെ ഓഫീസ് മാത്രമല്ല ഇവിടെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഓഫീസസ് മാത്രമല്ല ഡൽഹിയിലുള്ളത്. ഡൽഹിയിൽ മറ്റുള്ള കൺട്രീസിന്റെ ഓഫീസും വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഡിഫറെന്റ് ഓഫീസസ് ഓഫ് അതർ കൺട്രീസ് ആർ വർക്കിംഗ് ഇൻ ഡൽഹി. ദാറ്റ് ഈസ് നോൺ ആസ് എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ്. അതിന് നമ്മൾ പറയുന്ന പേര് എംബസീസ് അല്ലെങ്കിൽ ഹൈ കമ്മീഷൻസ് എന്നാണ്. മനസ്സിലായോ? എന്താ ഹൈ കമ്മീഷൻസ് അല്ലെങ്കിൽ എംബസീസ് എന്ന് പറഞ്ഞാല്? എന്താ ഹൈ കമ്മീഷൻസ് അല്ലെങ്കിൽ എംബസീസ് എന്ന് പറഞ്ഞാല്? മറ്റുള്ള രാജ്യങ്ങളുടെ ഓഫീസ് ഡൽഹിയിൽ ഉണ്ട്, അതിന് പറയുന്ന പേര് അല്ലെ. മറ്റുള്ള കൺട്രീസിന്റെ, അതായത് വേറെ ഏത് കൺട്രിയാ? ഇന്ത്യ അല്ലാതെ മറ്റുള്ളൊരു കൺട്രിയുടെ പേര് പറഞ്ഞേ. ഏതൊക്കെ കൺട്രീസാ? മറ്റുള്ള കൺട്രീസ്.
ഇന്ത്യ കൂടാതെയുള്ള ഒരു കൺട്രിയുടെ പേര് പറഞ്ഞേ. എഡ്വിനെ അറിയോ നോക്കട്ടെ, ഒരു കൺട്രിയുടെ പേര്. എഡ്വിൻ എന്തോ പറയുന്നുണ്ട്. പറഞ്ഞ മോനെ, അൺമ്യൂട്ട് ചെയ്തേ. ഒരു കൺട്രീന്റെ പേര് പറഞ്ഞേ. കാനഡ. കാനഡ. കാനഡ, ഇറ്റലി, ഇംഗ്ലണ്ട് അല്ലെ, യൂറോപ്പ്, ഇങ്ങനെ കുറെ കൺട്രീസ് ഉണ്ട്. അങ്ങനെയുള്ള കൺട്രീസിന്റെ ഓഫീസ് ഡൽഹിയിലുണ്ട്. അതിന് പറയുന്ന പേരാണ്, മറ്റുള്ള കൺട്രീസിന്റെ ഓഫീസസ് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് പറയുന്ന പേരാണ് എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ്. എന്താ പറയാ? എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. മിനിസ്റ്റേഴ്സ് ഹാവ് ദർ ഓഫീസസ് ഇൻ ദ 2 ഓഫീസ് ബ്ലോക്സ് of the central secretariat അല്ലെ. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഈസ് ഇൻ സൗത്ത് ബ്ലോക്ക്. അതർ മിനിസ്റ്റേഴ്സ് ഓഫീസസ് ആർ വർക്ക് അറൌണ്ട് ദ സൗത്ത് ബ്ലോക്ക്. സൗത്ത് ബ്ലോക്കിന് ചുറ്റുമുള്ള ബിൽഡിങ്ങിലാണ് മറ്റുള്ള മന്ത്രിമാരുടെ ഓഫീസ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? രാജ്യസഭാ മീറ്റിംഗ് ആൻഡ് ലോക്സഭാ മീറ്റിംഗ് were held in the parliament house. പാർലമെന്റ് ഹൗസിലാണ് രാജ്യസഭാ മീറ്റിംഗും ലോകസഭാ മീറ്റിംഗും നടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ മാത്രമല്ല, അതർ കൺട്രീസ് ഓഫീസസ് വർക്ക് ഇൻ ഡൽഹി അല്ലെ. അതർ ഓഫീസസ് ഓഫ് അതർ കൺട്രീസ് വർക്കിംഗ് ഇൻ ഡൽഹി. അതിന് പറയുന്ന പേര് ഹൈ കമ്മീഷൻസ് ഓർ എംബസീസ്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കുക. ടൂറിസ്റ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വിസിറ്റ് ഡൽഹി. The city has many historical monuments. The Red Fort and the Jama Masjid were built by Shah Jahan. Every year on 15th August, the Prime Minister of India hoists the national flag at the Red Fort. The Jama Masjid is one of the biggest and the most beautiful mosque in India. The Jantar Mantar was built by Maharaja Jai Singh II. It is an observatory which was used to study the sun, the moon, the planets and the stars. The Qutub Minar was built by Qutbuddin Aibak. അപ്പോൾ എനിക്ക് ഡൽഹിനെ കുറിച്ച് കുറെ പഠിക്കാനുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ടൂറിസ്റ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വിസിറ്റ് ഇന്ത്യ. ഇന്ത്യയിലെ എന്ത് ചെയ്യുന്നു? ടൂറിസ്റ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വിസിറ്റ് ഡൽഹി. ഡൽഹിയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന്. കാനഡയിൽ നിന്നോ, ഇറ്റലിയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, അങ്ങനെ ഒരുപാട് മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഒരുപാട് വിസിറ്റേഴ്സ്, സന്ദർശകര് ഡൽഹി കാണാൻ വേണ്ടി വരുന്നുണ്ട്. ദ സിറ്റി ഹാസ് മെനി ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് മോണുമെന്റ്സ് ഡൽഹിയിലുണ്ട്. പിന്നെ അതിൽ പറയാണ് ഏതൊക്കെയാ? റെഡ് ഫോർട്ട് ആൻഡ് ജമാ മസ്ജിദ് were built by ഷാജഹാൻ. എംപറർ ഷാജഹാൻ നിർമ്മിച്ച ജമാ മസ്ജിദും അതുപോലെ റെഡ് ഫോർട്ടും, ചെങ്കോട്ടയിലെ ജമാ മസ്ജിദും ചെങ്കോട്ടയും എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ റെഡ് ഫോർട്ട് ആൻഡ് ജമാ മസ്ജിദ് ആർ ദ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ഇൻ ഡൽഹി. ബോത്ത് ഓഫ് ദം were built by ഷാജഹാൻ. ഇതാരാ നിർമ്മിച്ചത്? ഷാജഹാനാണ്. ഷാജഹാൻ നിർമ്മിച്ച റെഡ് ഫോർട്ടും അതുപോലെ ജമാ മസ്ജിദും ഡൽഹിയിലാണ്. Every year on 15th August, the Prime Minister of India hoists the national flag at the Red Fort. റെഡ് ഫോർട്ടിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന്, എല്ലാ വർഷത്തെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നത് എവിടെയാണ്? റെഡ് ഫോർട്ടിലാണ്. മനസ്സിലായോ? Every 15th August, our Prime Minister hoists the flag at the Red Fort. ഇപ്പൊ ചെങ്കോട്ടയിലാണ്, റെഡ് ഫോർട്ടിലാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന. ഡൽഹിയിലെ ഷാജഹാൻ ബിൽഡ് ചെയ്ത ചെങ്കോട്ടയിലെ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് എന്ത് ചെയ്യും? പ്രധാനമന്ത്രി അവിടെ പതാക, നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും അല്ലെ. നമ്മുടെ ദേശീയ പതാക ഉയർത്തും. The Jama Masjid is one of the biggest and most beautiful mosque in India. ജമാ മസ്ജിദ്, നമ്മുടെ എംപറർ ഷാജഹാൻ ബിൽഡ് ചെയ്ത ജമാ മസ്ജിദ് വലിയ ഒരു മസ്ജിദാണ് അല്ലെ. അത് മാത്രല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗ്ഗസ്റ്റ് വൺ അല്ലെ. ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗ്ഗസ്റ്റ് മോസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ വലിയ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു മോസ്കാണ് ഏത്? ജമാ മസ്ജിദ്. ജന്തർ മന്ദർ വാസ് ബിൽറ്റ് ബൈ മഹാരാജ ജയ്സിംഗ് സെക്കൻഡ്. ജന്തർ മന്ദർ ഇന്ത്യയിലെ നമ്മുടെ ഡൽഹിയിലെ ജന്തർ മന്ദർ ആരാ ബിൽറ്റ് ചെയ്തത്? മഹാരാജ ജയ്സിംഗ്. ആരാ ബിൽറ്റ് ചെയ്തത്? മഹാരാജ
ജയ്സിംഗ് അല്ലേ? മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് ആണ് ജന്തർ മന്ദർ ബിൽഡ് ചെയ്തത്. പിന്നെ നോക്ക്, ഇറ്റ് ഈസ് ആൻ ഒബ്സർവേറ്ററി. എന്താ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ആൻ ഒബ്സർവേറ്ററി വിച്ച് വാസ് യൂസ്ഡ് ടു സ്റ്റഡി ദ സൺ, മൂൺ, പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്. എന്താ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാല്? ഒരു ഒബ്സർവേഷൻ സെന്റർ ആണ്, ഒരു നിരീക്ഷണ ശാലയാണല്ലേ. എന്തിനെ കുറിച്ച് പഠിക്കുന്നത്? നമ്മുടെ നക്ഷത്രങ്ങളെ കുറിച്ച്, അതുപോലെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാനും ചന്ദ്രനെ നിരീക്ഷിക്കാനും പിന്നെ സൂര്യനെ നിരീക്ഷിക്കാനും പ്ലാനറ്റ്സിനെ ഒക്കെ നിരീക്ഷിക്കാനുള്ള ഒരു ഒബ്സർവേറ്ററിയാണ് ഏത്? നമ്മുടെ ജന്തർ മന്ദർ. മനസ്സിലായോ? പിന്നെ ഒന്നുണ്ട്, എന്താണ്? കുത്തബ് മീനാർ. കുത്തബ് മീനാർ is the another historical monuments which was built by കുത്തബുദ്ദീൻ ഐബക്ക്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നും കൂടെ മിസ് പറയാം. അപ്പം നമ്മുടെ ഡൽഹിയിൽ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഡൽഹി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വിസിറ്റേഴ്സ് ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ഡൽഹി കൺസിസ്റ്റ് ഓഫ് മെനി ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്. റെഡ് ഫോർട്ട്, ദെൻ ജമാ മസ്ജിദ്, ജന്തർ മന്ദർ, കുത്തബ് മീനാർ എക്സെട്രാ ആർ ദ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഇൻ ഡൽഹി. Red Fort and Jama Masjid, these were built by, both of them were built by Shah Jahan, Emperor Shah Jahan. Emperor ചക്രവർത്തി ഷാജഹാൻ ചക്രവർത്തിയാണ് ഡൽഹിയിലെ ജമാ മസ്ജിദും ചെങ്കോട്ടയും പണി കഴിപ്പിച്ചത്. ഇനി ജമാ മസ്ജിദ് is one of the important or beautiful or biggest mosque in the world, അല്ലെങ്കിൽ മോസ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ബിഗ്ഗസ്റ്റ് മോസ്ക് ആണ് ഏത്? ജമാ മസ്ജിദ്. അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ മോസ്ക് ആണ് ജമാ മസ്ജിദ്, വിച്ച് വാസ് ബിൽറ്റ് ബൈ ഷാജഹാൻ. ഇനി ചെങ്കോട്ടയുടെ പ്രത്യേകത എന്താ? റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട് ഈസ് ഇൻ ഡൽഹി. എവറി 15th August അവർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹോയിസ് ദ നാഷണൽ ഫ്ലാഗ് അറ്റ് ദ റെഡ് ഫോർട്ട്. അപ്പൊ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന്, എല്ലാ വർഷത്തെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി എവിടെ എന്ത് ചെയ്യും? ചെങ്കോട്ടയിൽ നാഷണൽ ഫ്ലാഗ് ഉയർത്താറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ജന്തർ മന്ദർ. ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ എന്താ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാല്? ജന്തർ മന്ദർ ഈസ് ആൻ ഒബ്സർവേറ്ററി, ഒരു നിരീക്ഷണം അല്ലെ, ഒബ്സർവേറ്ററി വിച്ച് വാസ് യൂസ്ഡ് ടു സ്റ്റഡി ദ സൺ, മൂൺ, പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്. സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഗ്രഹങ്ങളെ കുറിച്ചും പിന്നെയോ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഒബ്സർവേറ്ററിയാണ് ജന്തർ മന്ദർ. മനസ്സിലായോ? ജന്തർ മന്ദർ വാസ് ആൻ ഒബ്സർവേറ്ററി. Jantar Mandar was an observatory which is used to study about stars, planets, moon and sun. Okay, Jantar Mandar was built by Maharaja Jaisingh II. അപ്പൊ നമ്മുടെ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ, ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഈ ഒബ്സർവേറ്ററി, ഈ ജന്തർ മന്ദർ എന്ന ഒബ്സർവേറ്ററി നിർമ്മിച്ചത് ആരായിരുന്നു? മഹാരാജ ജയ്സിംഗ് സെക്കൻഡ്. മഹാരാജ ജയ്സിംഗ് സെക്കൻഡ്. മനസ്സിലായോ? ഒരുപാടൊന്നും പഠിപ്പിക്കുന്നില്ല, കുറെ ഉണ്ട് ഡൽഹിനെ കുറിച്ച് പഠിക്കാൻ. ഇവിടെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് എന്തൊക്കെ പഠിച്ചു നമ്മൾ ഡൽഹിനെ കുറിച്ച്? ഇന്ന് ഡൽഹിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? പറഞ്ഞേ. The ministers have their offices in the 2 office blocks of Central Secretariat. അല്ലേ? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ബെനീറ്റ എന്താ കണ്ണും കൊണ്ട് കളിക്കുന്നത്? Then അപ്പൊ the prime minister's office is in the south block. Other ministers offices are working in around the building around the south block. South blockന് ചുറ്റുമുള്ള ബിൽഡിങ്സിനാണ് മറ്റുള്ള മന്ത്രിമാരുടെ ഓഫീസ് വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു മീറ്റിംഗ് ഓഫ് രാജ്യസഭ ആൻഡ് ലോകസഭ ഇൻ പാർലമെന്റ് ഹൗസിലാണ് രാജ്യസഭാ മീറ്റിംഗും ലോകസഭാ മീറ്റിംഗും നടക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ, ഇന്ത്യയുടെ മാത്രം ഓഫീസ് അല്ല, നമ്മുടെ കൺട്രിയിലെ ഓഫീസ് മാത്രമല്ല ഡൽഹിയിലുള്ളത്. അതർ കൺട്രീസ് ഓഫീസസ് ആർ വർക്കിംഗ് ഇൻ ഡൽഹി അല്ലെ? അതർ കൺട്രീസ് ഓഫീസസ് ആർ വർക്കിംഗ് ഇൻ ഡൽഹി. ദാറ്റ് ഓഫീസസ് ആർ നോൺ ആസ് എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ്. അപ്പൊ മറ്റുള്ള രാജ്യങ്ങളുടെ ഓഫീസ്, ഡൽഹിയിലുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ ഓഫീസിന് പറയുന്ന പേരാണ് എംബസീസ് അല്ലെങ്കിൽ ഹൈ കമ്മീഷൻസ്. പിന്നെ നമ്മൾ പറഞ്ഞു മെനി ടൂറിസ്റ്റ് വിസിറ്റഡ് ഇൻ ഇന്ത്യ അല്ലെ? മെനി ടൂറിസ്റ്റ് ആർ വിസിറ്റിംഗ് ഇൻ ഡൽഹി. സോറി, ഇന്ത്യ എന്നല്ല, ഡൽഹി.
Many historical monuments are there. Many historical monuments such as Red Fort, Jama Masjid, Jantar Mandar, പിന്നെ കുത്തബ് മിനാർ എക്സെട്ര അല്ലേ? Red Fort and Jama Masjid were built by Shahjahan. Jama Masjid and Red Fort which were built by Emperor Shahjahan. ഷാജഹാൻ ചക്രവർത്തിയാണ് ജമാ മസ്ജിദും അതുപോലെ നമ്മുടെ റെഡ് ഫോർട്ടും നിർമ്മിച്ചത്. പിന്നെ ജമാ മസ്ജിദിന്റെ പ്രത്യേകത എന്താന്ന് നോക്കുക. ജമാ മസ്ജിദ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മോസ്ക് in India and Jama Masjid is also a beautiful mosque in India. പിന്നെ every 15th August അല്ലേ, every 15th August in each year our Prime Minister hoists the national flag at the Red Fort. റെഡ് ഫോർട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും. പിന്നെ പറഞ്ഞത് ജന്തർ മന്ദർ which was built by മഹാരാജ ജയ്സിംഗ് സെക്കൻഡ്. ജന്തർ മന്ദർ ആരാ സ്ഥാപിച്ചത്? മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ അല്ലെ? മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് ആണ് ജന്തർ മന്ദർ സ്ഥാപിച്ചത്. എന്താ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് an observatory which was used to study about moon, sun, stars and plants. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഒബ്സർവേറ്ററിയാണ് ജന്തർ മന്ദർ. ആ ജന്തർ മന്ദർ സ്ഥാപിച്ചത് ആരായിരുന്നു? മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് ആണ്. മനസ്സിലായോ? മിസ് ചോദ്യം ചോദിക്കട്ടെ ഈ ലെസണിൽ നിന്ന്? റെഡിയാണോ? ചോദ്യം ചോദിക്കട്ടെ? ബാക്കിയുള്ളത് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ ആദ്യം മുതലേ മിസ് ചോദ്യം ചോദിക്കുകയാണേ. ഓരോരാളോട് ചോദിച്ചു വരുവേ. ആരാ പറയുന്നത് നോക്കട്ടെ. ആദ്യം നമ്മുടെ എഡ്വിനോട് ചോദിക്കാം. എഡ്വിനെ, which is the national capital of India? Which is the national capital of India? Edwin, unmute and say. Delhi ആണോ ന്യൂ ഡൽഹി ആണോ? New Delhi. New Delhi is the national capital of India. Okay. Then Delhi is situated along the banks of the river Dash. ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഏത് നദീ തീരത്താണ് ഡൽഹി ഉള്ളത്? ആര് കൈ ഉയർത്തണം? മിസ് ചോദിക്കാം. അലൻ മാത്യു ദിലീപ് എവിടെയാ? ഏത് നദിയുടെ തീരത്താ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? യമുന നദീ തീരത്ത് അല്ലെ? ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന. ഗുഡ്. നെക്സ്റ്റ് വൺ. ഡൽഹി വാസ് ഫസ്റ്റ് ബിൽറ്റ് ബൈ ഡാഷ്. ആദ്യമായി ഡൽഹി നിർമ്മിച്ചത് ആരാന്ന് നമ്മൾ ഓർമ്മിക്കുന്നത്? വി ബിലീവ് ദാറ്റ് ദ ഡൽഹി വാസ് ഫസ്റ്റ് ബിൽറ്റ് ബൈ ഡാഷ്. ആദ്യമായിട്ട് ആരാണ് ഡൽഹി ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞത്? ഡൽഹി വാസ് ഫസ്റ്റ് ബിൽറ്റ് ബൈ ഡാഷ്. ഹു? സിദ്ധാന്തേ, ഡൽഹി വാസ് ഫസ്റ്റ് ബിൽറ്റ് ബൈ ഡാഷ്. ഡൽഹി വാസ് ഫസ്റ്റ് ബിൽറ്റ് ബൈ പാണ്ഡവ കിങ്സ്. ആരാണ്? പാണ്ഡവ കിങ്സ്. മുഹമ്മദ് ഷാൻ, അതിനെന്താ പേര് പറയാ? ഡൽഹി വാസ് ഫസ്റ്റ് ബിൽറ്റ് ബൈ ദ പാണ്ഡവ കിങ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. എന്താ അതിന് പറയാ? ആദ്യത്തെ ഡൽഹിയുടെ പേരെന്താ? ഷാൻ മ്യൂട്ട് ചെയ്തേ, അല്ല അൺമ്യൂട്ട് ചെയ്തേ. ഡൽഹി വാസ് ഫസ്റ്റ് ബിൽറ്റ് ബൈ പാണ്ഡവ കിങ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. പാണ്ഡവ രാജാക്കന്മാരുണ്ടാക്കിയ ഡൽഹിയുടെ പേരെന്താ? ഇന്ദ്രപ്രസ്ഥ. എന്താ ഷാനെ? ഇന്ദ്രപ്രസ്ഥ. ഇന്ദ്രപ്രസ്ഥ. മറക്കരുതേ. മറക്കോ? മറന്നൂടാട്ടോ. ഓക്കെ. ഇനി അതിനുശേഷം ഇന്ദ്രപ്രസ്ഥ ഉണ്ടായതിനു ശേഷം തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ലേറ്റർ എംപറർ ഷാജഹാൻ റീബിൽറ്റ് ഡൽഹി അല്ലെ? അതിനുശേഷം അത് നമ്മുടെ പാണ്ഡവ രാജാക്കന്മാരുണ്ടാക്കിയ ഡൽഹിക്ക് ഇന്ദ്രപ്രസ്ഥ എന്ന് പേര് കൊടുത്തു. ആ ഇന്ദ്രപ്രസ്ഥത്തിന് 1000 വർഷങ്ങൾക്ക് ശേഷം
നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി നമ്മുടെ ഡൽഹിനെ എന്ത് ചെയ്തു? റീബിൽഡ് ചെയ്തു അല്ലെ? ഡൽഹിനെ ഒന്ന് പുനർനിർമ്മിച്ചു. അതിന് പറയുന്ന പേരെന്താ? എന്നിട്ട് എന്താ അദ്ദേഹം പേര് കൊടുത്തത്? എന്താ കൈസേ, മുഹമ്മദ് കൈസേ? എന്താ മോനെ ഷാജഹാൻ നിർമ്മിച്ച ഡൽഹിക്ക് എന്താ പേര് കൊടുത്തത്? ഷാജഹാൻ ന്യൂഡൽഹി. ആഹാ, ന്യൂഡൽഹി എന്നൊന്നല്ല, ഷാജഹാന്റെ പേര് ചേർത്താ കൊടുത്തത്. ഷാജഹാനാബാദ്. എന്താണ്? ഷാജഹാനാബാദ്. ആഫ്റ്റർ thousands years later, അല്ലെ? After thousands years later, Shahjahan rebuilt the Delhi. Shahjahan rebuilt Delhi and named Shahjahanabad. അല്ലെ? Yes, okay. ഇനി ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിന്റെ പേര് നമ്മൾ പഠിച്ചല്ലോ. അതായതാ ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിന്റെ പേര് നമ്മൾ പഠിച്ചില്ലേ? എന്താ അറിയൂ ആ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിന്റെ പേര്? എന്താ? റിലു ആബിദ്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിന്റെ പേര് പറഞ്ഞേ. സർ എഡ്വിൻ ലട്യൻസ്. എന്താണ്? എഡ്വിൻ ലട്യൻസ്. പറഞ്ഞ റിലു. റിലു, ആർ യു പ്ലേയിങ് വിത്ത് യുവർ സിസ്റ്റർ? എന്നാ ആൻസർ പറ. ആ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിന്റെ പേര് പറ. സർ എഡ്വിൻ ലട്യൻസ്. മറക്കരുതേ. പിന്നെ നമ്മൾ അതിൽ പറഞ്ഞു ഒഫീഷ്യൽ നെയിം ഓഫ് ഡൽഹി. വാട്ട് ഈസ് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഡൽഹി? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. എന്താ ഒഫീഷ്യൽ നെയിം ഓഫ് ഡൽഹി? ഈസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. മനസ്സിലായല്ലേ? ഡൽഹിയുടെ ഔദ്യോഗിക പേരെന്താണ്? ഔദ്യോഗിക പേരെന്താ? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. പിന്നെ നമ്മൾ പറഞ്ഞു ഡൽഹിയുടെ ഈസ്റ്റ് സൈഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാ? ഈസ്റ്റ് സൈഡിൽ ഏത് സ്റ്റേറ്റാ? സെൽന പറഞ്ഞോ. ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. ബാക്കിയുള്ള 3 സൈഡിലോ? നോർത്ത്, സൗത്ത്, വെസ്റ്റിൽ ഏതാ? ഹരിയാന. ഏതാണ്? ഹരിയാന അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ലൂ എന്ന് പറഞ്ഞ എന്താ? ലൂ. വാട്ട് ഈസ് ലൂ? എന്താ ലൂ എന്ന് പറഞ്ഞാല്? ലൂ ഈസ് ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് അല്ലെ? ഡൽഹിയിൽ വീശുന്ന ചൂടുള്ള അല്ലെങ്കിൽ ഡ്രൈ ആയ കാറ്റിന് പറയുന്ന പേരാണ് ലൂ അല്ലേ? എന്താ എംബസി എന്ന് പറഞ്ഞാല്? അതർ കൺട്രീസ് ഓഫീസസ് ആർ വർക്കിംഗ് ഇൻ ഡൽഹി. ദാറ്റ് ഈസ് നോൺ ആസ് എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ് അല്ലേ? ഇനി അടുത്തത് ആരാ? റെഡ് ഫോർട്ടും ജമാ മസ്ജിദും. റെഡ് ഫോർട്ട് ആൻഡ് ജമാ മസ്ജിദ് ബിൽറ്റ് ബൈ ഷാജഹാൻ അല്ലേ? യെസ്. പിന്നെ ജന്തർ മന്ദർ വിച്ച് വാസ് ബിൽറ്റ് ബൈ? ജന്തർ മന്ദർ വിച്ച് വാസ് ബിൽറ്റ് ബൈ മഹാരാജ ജയ് സിംഗ് സെക്കൻഡ്. Then കുത്തബ് മിനാർ ബിൽറ്റ് ബൈ കുത്തബുദ്ദീൻ ഐബക്. കുറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം വായിക്കണേ. കുറച്ച് മാത്രമേ മിസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ മക്കളെ,
മ്യൂട്ടായി പോയല്ലേ? ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? നോ. അപ്പൊ എന്ത് ചെയ്യണം? നല്ല മക്കളായി ഇതൊരു 3-4 പ്രാവശ്യം വായിക്കുക കേട്ടോ. കുറേ പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. എല്ലാം ബൈ ഹാർട്ട് പഠിക്കണം. ഇന്ന ആളാണ്. ആരാണ് ജന്തർ മന്ദർ ബിൽറ്റ് ചെയ്തത്? ആരാണ് ജമാ മസ്ജിദ്? ആരാണ് റെഡ് ഫോർട്ട് ബിൽറ്റ് ചെയ്തത്? കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്തത് ആരാണ്? അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ മിസ് പഠിപ്പിച്ചു. അതൊക്കെ നന്നായി പഠിക്കാം. ഓക്കെ. ഒരുപാട് പഠിപ്പിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവില്ലേ? Okay. Bye bye. See you in the next class.